വെൽക്കം ബാക്ക് ടു രാധികാസ് ഡ്രീം വേൾഡ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇൻഡിപെൻഡൻസ് ഡേ ക്രാഫ്റ്റ് നമ്പർ 2 ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാൻഡ് മെയ്ഡ് ബാഡ്ജാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇന്നത്തെ ക്രാഫ്റ്റും ബോണ്ട് പേപ്പർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, കളർ പേപ്പർ വെച്ചിട്ടല്ല. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഒരു പേപ്പറാണ്, ബോണ്ട് പേപ്പറാണ് വേണ്ടത്. ഇതിനെ ഞാനിവിടെ ഒരു വരയായിട്ട് വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇതേപോലെ ഞാൻ സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്താലോ. കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ പേപ്പറിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊരു വര വെച്ചിട്ടില്ലേ, അതിൽ കൂടെ കട്ട് ചെയ്യാം. ഇതുപോലെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഞാനൊരു വര വരച്ചിട്ടില്ലേ നേരെ, അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച 2 പീസിനെ ഇതേപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കണം വീണ്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. കളർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റ് കളർ ചെയ്തിട്ട് ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാവേ. കട്ട് ചെയ്ത് വെച്ച 4 പീസില്ലേ, അതിന് നമുക്ക് കളർ കൊടുക്കാം. ഗ്രീൻ കളറും ഓറഞ്ച് കളറും കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ഒരെണ്ണത്തിൽ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കാം, കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റത്ത് ശകലം പശ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ഇവിടെയുള്ള സൈഡിൽ, ഈ സൈഡ് ഇവിടെ ജോയിൻ്റ് ആക്കാം. അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടേ. ഇനി ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതേപോലത്തൊരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു ഷേപ്പ്. ഇതേപോലെ ഞാൻ ഓറഞ്ച് കളർ ആക്കിയെടുത്തിട്ടുണ്ട്, വൈറ്റ് കളറും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു റൗണ്ട് ഷേപ്പിൽ ഇതൊട്ടിക്കാം. കാർഡ്ബോർഡ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതേപോലെ നമ്മൾ കളർ ചെയ്ത് വെച്ച ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുക്കാവേ, എന്നിട്ട് കാണാം. അങ്ങനെ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ, ഇതേപോലെ ഇരിക്കും. ഇതേപോലെ വേണം ചെയ്യാനേ. ഇനി ഇതിൽ അശോകചക്ര ഒട്ടിക്കാം. അത് കഴിഞ്ഞിട്ട് കാണാം. അതിന് വെക്കാനുള്ള ഇതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കിയേ. ഇതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ എടുത്ത 2 സ്ക്വയർ പീസ് ഇല്ലേ, അതിൽ വി ഷേപ്പ് പോലെ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയേ. ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ അശോകചക്രയും നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ബാജിൻ്റെ താഴെ വെക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് ഹാൻഡ് മെയ്ഡ് ബാഡ്ജ്. ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരണേ. ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തന്നാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണേ. Bye. Dadah.